ഹലോ, റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അതിനുള്ളിൽ വന്നതെന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്ത് മാറ്റുവാണ്. എന്നിട്ട് അതിന് പകരം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ അരിപ്പയിലോട്ട് മാറ്റുവാണ്. എന്നിട്ട് അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കണേ. ഇനി വേണ്ടത് 3 മുട്ടയാണ് കേട്ടോ. 3 മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയുടെ ഒരു 1/4 ഭാഗത്തോളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. 1/4 ഭാഗം മാത്രമേ ചേർക്കുന്നുള്ളേ. ഇപ്പോൾ ഇതോടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് ഇത്രയും മതി. ഇനി അടുത്ത് നമ്മൾ മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഓവർ ആവരുത്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ബീറ്റർ മാറ്റി വെച്ചിട്ട് സ്പാച്ചുല വെച്ചിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അതാ ഇതുപോലെ ഒരേ സൈഡിലോട്ട് തന്നെ സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് തന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ വെള്ള കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പാച്ചുല വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ടിന്നിലോട്ട്, ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മൾ ഇതിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഈർക്കിൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പഴയ കുക്കറാണ്. അതിലോട്ടൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 40 മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഈർക്കിൾ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ടാണ് നമ്മുടെ ഈർക്കിൾ വരുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിൽ നിന്നൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാനില സ്പഞ്ചാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വാനില സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി മാറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു 3 മുട്ട സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ നമ്മൾ മുട്ടയുടെ വെള്ളയാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 ഭാഗത്തോളം പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി മുട്ടയുടെ മഞ്ഞയാണ് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അത് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ആയതിന് ശേഷം നമുക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. സ്പാച്ചിൽ വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നത്. നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടി ചേർക്കുന്നതിന് കൂടെ തന്നെ കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ടോട്ടൽ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മുട്ടയുടെ വെള്ളം കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യുക. ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കേക്ക് ടിന്നിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസ് കളയാനായിട്ട് ഇതുപോലെ ഈർക്കിൾ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുള്ള കുക്കറിലോട്ട് ഇറക്കി വെക്കുകയാണ്. അതിന് ശേഷം ഒരു 40 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. 40 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ വനില സ്പഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്യണം. അപ്പോൾ 3 ലെയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഓരോ കേക്കും 3 ലെയർ വീതമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി സെൻറ്ററിലുള്ള 4 ലെയറും ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബോട്ടിൽ, സാധാരണ 7-അപ്പിൻ്റെ പെപ്സിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടല്ലോ, 2 ലിറ്ററിൻ്റെ ബോട്ടിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലോട്ട് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിന് മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ മെൽറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിനെ 2 ഹാഫ് ആക്കി മാറ്റുന്നുണ്ട്. അതിൽ ഒരു ഹാഫിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഐസിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ലെയറായിട്ട് കട്ട് ചെയ്യാത്ത ലെയറാണ് കേട്ടോ താഴെ വെച്ചിട്ടുള്ളത്. ഇനി ഈ കേക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാലും വെള്ളവും കൂടെ ഈക്വലായിട്ട് എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ കേക്കിൽ അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഞാനിവിടെ വെറ്റ് ചെയ്യാനും എടുത്തിട്ടുള്ളത്.
അവസാനം ഔട്ടർ ലെയറായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കാത്ത ക്രീമാണ് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു ചെറിയ ഡെക്കറേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർപ്രൈസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.